ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ തന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇഷ്ടം ഒരാളെ അറിയിക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ കുറേ പേർക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഇഷ്ടമാണെന്ന് പറയാനൊക്കെ മടിയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ ഇഷ്ടം നമ്മൾ ഡയറക്റ്റായി പറയാതെ തന്നെ അവരെ അറിയിക്കാനായിട്ട് പറ്റുക എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കണ്ണുകൾ കൊണ്ട് പറയുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഈ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം നിങ്ങൾ ഡയറക്റ്റ് ആളോട് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അയാളെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നേരം നോക്കുക, ഒരുപാട് സമയം എന്നല്ല, കുറച്ച് നേരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഫീൽ ചെയ്യും. അതായത് പെട്ടെന്ന് ഇങ്ങനെ കണ്ണിലേക്ക് ഒരു 2-3 സെക്കൻഡ്സ് ഒക്കെ നോക്കി നിൽക്കുമ്പോൾ തന്നെ 2-3 സെക്കൻഡ്സ് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. നോക്കി നിൽക്കുമ്പോൾ തന്നെ ആൾക്ക് ഫീൽ ചെയ്യും എന്താ ഇങ്ങനെ നോക്കുന്നത്, ഇപ്പോൾ എന്തോ സംതിങ് ഉണ്ട് എന്നൊരു തോന്നൽ വരും. അപ്പോൾ ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ ഇഷ്ടം അറിയിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് കണ്ണുകൾ എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം കണ്ണുകൾ കള്ളം പറയാറില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോൾ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അറിയിക്കാം. ഒരു 2 അല്ലെങ്കിൽ 3 സെക്കൻഡ് ഒക്കെ നിങ്ങൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ഇരിക്കുക. അത് അവർക്ക് വല്ലാത്തൊരു നിങ്ങളിലേക്കും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ എന്തോ സംതിങ് ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുകയാണെങ്കിൽ സ്മൈൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഐ കോണ്ടാക്റ്റിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒന്ന് സ്മൈൽ ചെയ്യും കൂടി ചെയ്യാം. ഇപ്പോൾ നോർമലി ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് ചിരിക്കാറുണ്ട്, അല്ലെങ്കിലും ചിരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ലാതെ നിങ്ങൾ ഭയങ്കര ജെന്യൂൻ ആയിട്ട് ചിരിക്കുക. അതായത് ചിലരുണ്ട് ചിരി ഉണ്ടാക്കി ചിരിക്കുന്നവർ, അതായത് ജെന്യൂൻ ആയിരിക്കില്ല, അവർ ചിരിക്കുന്ന പോലെ അഭിനയിക്കുകയാണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ അല്ലാതെ ജെന്യൂൻ ആയിട്ട് ചിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അവർക്ക് ഇത് ഒരു ഫ്രണ്ട് എന്ന രീതിയിലുള്ള ഒരു സ്മൈൽ അല്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കും. അതും നമ്മൾ നേരത്തെ പറഞ്ഞ ഐ കോണ്ടാക്റ്റും സ്മൈലും രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള സംശയങ്ങളൊക്കെ ആ ഒരു പേഴ്സണെ വന്നു തുടങ്ങും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊരു തോന്നൽ ഉണ്ടാക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവരെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുക. അവരോട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണെങ്കിൽ പോലും, അതല്ലെങ്കിൽ ഇപ്പോൾ അവരെ കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യില്ലേ, അതൊക്കെ നിങ്ങളുടെ ഫേസിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ആളെന്താ എന്നെ കാണുമ്പോൾ ഇത്രയും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുപോലെ, അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആണല്ലോ, പെട്ടെന്ന് ചിരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ തോന്നും. ഇതൊക്കെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിലൂടെ തന്നെ ആൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഹെയർ സ്റ്റൈൽ ആണല്ലേ, അല്ലെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ നല്ല ഭംഗിയുണ്ട്, ഇതാണോ ഫേവറേറ്റ് കളർ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് മെസ്സേജ്, അതല്ലെങ്കിൽ ഇപ്പോൾ സോങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അവരിലേക്ക് എത്തിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അതല്ലെങ്കിൽ ഒരു കണക്ഷൻ തോന്നുന്ന ഒരു സോങ് ഒക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തായാലും അവർ കാണുമല്ലോ, അല്ലെങ്കിൽ സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവരത് കാണുന്ന സമയത്ത് അവർക്ക് ഫീൽ ചെയ്യും, ഒരു കണക്ഷൻ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. അല്ലാതെ ഇതൊന്നും ചെയ്യാതെ ഈ ഒരു സോങ് മാത്രം ഇട്ടതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സോങ്ങും കൂടി ഇട്ട് കഴിയുമ്പോൾ അതിലൊരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുമ്പേ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ കണ്ട് മീറ്റ് ചെയ്ത അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുമായി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇടാം. അപ്പോൾ ഇതൊക്കെ അവർക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുകയാണ് ചെയ്യുക. അതായത് അവരെക്കുറിച്ചാണ് എന്നൊരു തോന്നൽ അവർക്ക് വരും. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക്, അതായത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അവർക്കത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് അവരോട് എന്തോ സംതിങ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള സോങ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് മീനിങ് ഫുൾ ആക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നിരിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുക. അതേപോലെ തന്നെ സംസാരിക്കുമ്പോൾ നന്നായിട്ട് കേട്ടിരിക്കുക എന്നുള്ളതാണ്. നല്ല കെയറിങ് കൊടുക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾ ഭയങ്കര മീനിങ് ഫുള്ളാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നും. അത് മാത്രമല്ല, ഇനി അങ്ങോട്ട് നിങ്ങൾ വേണം, അല്ലെങ്കിൽ അവരെ കേട്ടിരിക്കാൻ ഒരാൾ എന്ന രീതിയിലാണെങ്കിൽ പോലും, സ്റ്റാർട്ടിങ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ഒരാളാണെന്ന രീതിയിലെങ്കിലും
നിങ്ങൾ വേണമെന്ന് അവർ ചിന്തിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം ഇങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു കറക്റ്റായിട്ട് ഒരു അറ്റൻഷൻ കൊടുക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തായാലും മനസ്സിലാവും നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ സംതിങ് ഉണ്ട് എന്നുള്ളത്. ചിലപ്പോൾ അവരായിട്ട് തന്നെ നിങ്ങളോട് വന്ന് ചോദിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് നിങ്ങൾ തന്നെ ഓപ്പണായിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാലും അവർ അതറിയാത്ത ഭാവം നടിക്കുകയൊന്നുമില്ല. കാരണം അവർക്കറിയാം, അവരത് എന്തായാലും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. അപ്പം നിങ്ങൾക്ക് അവരോട് വേണമെങ്കിൽ പ്രപ്പോസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ആൾ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രണ്ട്ലി ആയതിനു ശേഷം നിങ്ങൾ ഇഷ്ടം പറയുകയാണെങ്കിൽ ആൾ ഇഷ്ടമല്ല എന്ന് പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഇഷ്ടം അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്